ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ദിവസം സ്വതന്ത്രമായെങ്കിലും പാകിസ്ഥാനും ഇന്ത്യയും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ രാജ്യത്തിന്റെ ഏതെല്ലാം കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാലും പാകിസ്ഥാനുമായി താരതമ്യപ്പെടുത്താനാവും. അധിക നാൾ പിന്നിടുന്നതിന് മുൻപ് പാകിസ്ഥാൻ 2 രാഷ്ട്രമായി വിഭജിക്കപ്പെട്ടു, ശിഥിലമായി. ബംഗ്ലാദേശ് പിറവികൊണ്ടു. ഇപ്പോ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു സ്വതന്ത്ര രാഷ്ട്രം ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോവുകയാണത്രേ. പാകിസ്ഥാൻ വീണ്ടും ഒരിക്കൽ കൂടി വിഭജിക്കപ്പെടുമോ? നമുക്ക് കാത്തിരുന്നു കാണാം. അപ്പോ മതരാഷ്ട്രം കെട്ടുറപ്പുള്ള ഭരണം പ്രദാനം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ പോലും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ ദയനീയ പരാജയമാകുന്ന അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ ആമുഖമായി പാകിസ്ഥാന്റെ ഈ ദുര്യോഗം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ കാരണം ഇന്ത്യയിലെ സംഘപരിവാർ നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മതരാഷ്ട്രമായ പാകിസ്ഥാന്റെ ദുരന്തം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ഇവിടെ വെമ്പൽ കൊള്ളുന്നത്. മതരാഷ്ട്രമായി എന്നതുകൊണ്ട് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ തീരില്ല. ഇപ്പൊ എല്ലാവരും മുസ്ലിങ്ങളായി എന്ന് കരുതുക. നമ്മളെല്ലാം ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും മുസ്ലിങ്ങളായി ഇന്ത്യയുടെ പ്രശ്നം തീരും. ജനങ്ങളുടെ ഇടയിൽ സാഹോദര്യം ശക്തിപ്പെടുവോ? ഇല്ല. തൊട്ടടുത്ത ദിവസം മുസ്ലിങ്ങളായി മാറിയ നമ്മളിൽ സുന്നികളായി, ഷിയകളായി, സലഫികളായി, വഹാബികളായി നാം പിരിയും. പിരിയും, പിരിഞ്ഞു പൊരുതി തീരും. അതാണ് അനുഭവം. നമ്മളെല്ലാം ഹിന്ദുക്കളായി എന്ന് കരുതുക. ഇന്ത്യ മുഴുവൻ ഹിന്ദുക്കൾ. പ്രശ്നങ്ങൾ തീരുമോ? സാഹോദര്യം ശക്തിപ്പെടും? ഇല്ല. തൊട്ടടുത്ത ദിവസം നമ്മൾ വൈഷ്ണവരും ശൈവരുമായി പിരിയും. ബ്രാഹ്മണരായി, ക്ഷത്രിയരായി, വൈശ്യരായി, ശൂദ്രരായി വർണ്ണങ്ങൾ അടിസ്ഥാനമാക്കി നാം പിരിയും. 100,000 ജാതികളായി നാം കൊന്നുതീരും. അതാണ് അനുഭവം. ഇനി ഇത് രണ്ടും വേണ്ട. നമ്മളെല്ലാം കൂടി അങ്ങ് ക്രിസ്ത്യാനികളായി. ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനികൾ, ക്രൈസ്തവ രാഷ്ട്രം. പ്രശ്നം തീരും. അടുത്ത ദിവസം കാത്തോലിക്കരായി, പ്രൊട്ടസ്റ്റന്റുകാരായി, മറ്റ് പലരുമായി നമ്മൾ പിരിയും. ഇനി ഇതൊന്നും വേണ്ട. പലരും ഏറ്റവും ആദർശാത്മകമായ തത്വസംഹിതയായി ചൂണ്ടിക്കാണിക്കുന്നതാണ് ബുദ്ധമതത്തിന്റെ. എല്ലാ ഭൗതികമായ അഭിവാഞ്ചകളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കുന്ന, ആത്മത്യാഗത്തോളം എത്തുന്ന മഹത്തായ പ്രത്യയശാസ്ത്രം എന്ന് പലരും പറയാറുണ്ട്. എല്ലാ ആശകളും ഭൗതികമായ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കണം എന്ന് അനുശാസിക്കുന്നു ബുദ്ധമതം. പക്ഷെ ബുദ്ധമതം ശക്തിപ്പെട്ടപ്പോൾ നമ്മൾ കണ്ടത് മഹായാനമായി, ഹീനയാനമായി, വജ്രയാനമായി പിരിഞ്ഞു. അതാണ്. ഏതെങ്കിലും ഒരു മതത്തിന് അസാധാരണമായ കരുത്തുണ്ടായാൽ, എല്ലാവരും ആ മതത്തിൽപ്പെട്ടവരായാൽ, സാഹോദര്യവും ഐക്യവും കെട്ടുറപ്പുമല്ല ലോകം കണ്ടത്. അത് ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. പല കാരണങ്ങളാൽ ഭിന്നിച്ച് പരസ്പരം ഏറ്റുമുട്ടി കൊന്നുതീരും. അതാണ് അനുഭവം. പലയിടത്തുമുള്ള അനുഭവം. ഏതെങ്കിലും ഒരു മതത്തിന് അപ്രമാദിത്വം കൈവരിക എന്നത് രാഷ്ട്രത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമേയല്ല. പിന്നെയോ മതത്തെ ഒരു ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനാകുമോ എന്ന പരീക്ഷണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്ത്യയും അത്തരം പരീക്ഷണങ്ങളുടെ ഒരു വേദിയാണ്. അവിടെയാണ് പാകിസ്ഥാനിലെ ഭീകരവാദത്തെ നാം കണക്കാക്കേണ്ടത്. പാകിസ്ഥാനിലെ ഭീകരവാദം മതത്തിന്റെ മറയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മതത്തിന്റെ പേരിലാണ്. ലഷ്കർ എ തോയ്ബയായാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും ഇപ്പൊ രൂപീകരിക്കപ്പെട്ട TRF ആയാലും എല്ലാം മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പൊതുവിൽ പലരും പറയാറുണ്ട് ഭീകരതയ്ക്ക് മതമില്ല എന്നുണ്ട്. അത് താത്വികമായി ശരിയാണ്. പക്ഷെ മിക്കവാറും ഭീകരരെല്ലാം മതത്തെ മറയായി സ്വീകരിക്കുന്നുണ്ട് എന്നതൊരു വസ്തുത. പാകിസ്ഥാൻ ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് വസ്തുത. അതാണ് യാഥാർത്ഥ്യം. അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഭീകരവാദികളെ കയ്യയച്ച് സഹായിക്കുന്നു. സ്വന്തം രാജ്യത്തിന്റെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ ഭീകരവാദികളുടെ സൈനിക പരിശീലന ക്യാമ്പുകൾ നിർബാധം പ്രവർത്തിക്കുന്നതിനാവശ്യമായ പിന്തുണ ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറി. അതൊരു വസ്തുതയാണ്. പാകിസ്ഥാൻ തന്നെ അസ്ഥിരമായ ഒരു രാജ്യമാണ്. എത്ര പട്ടാള അട്ടിമറികൾ, എത്ര ഭരണാധികാരികളുടെ ദുരന്തപര്യവസായിയായ അനുഭവങ്ങൾ,
നമ്മുടെ മുൻപിലും. അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സദാ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ നിലയുറപ്പിക്കുന്നു എന്നത് ലോകം മുഴുവൻ പൊതുവിൽ ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ നിന്ന് ഊർജം സ്വീകരിക്കുന്ന ഭീകരവാദികളാണ് പഹൽഗാമിൽ ആക്രമണം അഴിച്ചുവിട്ടത്.